ഹായ് ഡിയർ വൺസ്, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് UGC നെറ്റ് ഇംഗ്ലീഷിന്റെ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആണ്. നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് 2 ടീച്ചേഴ്സ് കൂടിയിട്ടാണ്. ഫസ്റ്റ് സെക്ഷൻ ഡീൽ ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ പേര് അഞ്ജലി എന്നാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് എലിസബത്തിയൻ പോയിട്രി ആണ്. എലിസബത്തിയൻ സോങ് ട്രഡീഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ക്യൂൻ എലിസബത്ത് പവറിലേക്ക് വരികയും ക്യൂൻ എലിസബത്തിന്റെ ആ ഒരു പവറ് കോട്ട്ലി പോയിട്രീസിലേക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ സ്പെൻസറിന്റെ ഫെയറി ക്യൂനോട് കൂടി ആരംഭിക്കുന്ന ഈ ഒരു ഇറ എന്ന് പറയുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള പോയിട്രിക് ട്രഡീഷൻ ഉള്ള ഒരു ഇറയായിരുന്നു. സ്പെൻസർ ഫെയറി ക്യൂനോട് കൂടി നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോയിട്രിക് ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷേക്സ്പിയർ came out with a new form of poetry called sonnets. ഇംഗ്ലീഷ് സോണറ്റ്സ് നമുക്കറിയാം, ഇറ്റാലിയൻ പെട്രാർക്കിൻ സോണറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഷേക്സ്പിയർ അതിനൊരു ഇംഗ്ലീഷ് വേർഷൻ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ സ്റ്റൈലിലേക്ക് സോണറ്റുകളെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്നതും എലിസബത്തിൻ ഏജിലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെൻസറും ഷേക്സ്പിയറും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. എലിസബത്തിൻ പീരീഡ് എന്ന് പറയുന്നത് 1558 to 1603. And poetry is characterized by a number of frequently overlapping developments. നമ്മൾ എലിസബത്തിൻ ഇറ എടുത്ത് നോക്കുവാണെങ്കിൽ എലിസബത്തിൻ ഇറയിൽ നമുക്ക് ഒരുപാട് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് ഒരുപാട് ഡെവലപ്മെന്റ്സ് കാണാൻ പറ്റും. അങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് തന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് എലിസബത്തിൻ പോയിട്രി എന്ന് പറയുന്നത്. എലിസബത്തിൻ പോയിട്രിയുടെ തീംസ് എല്ലാം തന്നെ യൂറോപ്യൻ ട്രഡീഷനിൽ നിന്നും ക്ലാസിക്കൽ ട്രഡീഷനിൽ നിന്നും അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ള വേർഷൻസ് ആയിരുന്നു. എലിസബത്തിൻ സോങ് ട്രഡീഷൻ എന്ന് പറയുന്നത് ദ എമർജൻസ് ഓഫ് എ കോട്ട്ലി പോയിട്രി ഓഫൻ സെന്റേർഡ് അറൌണ്ട് ദ ഫിഗർ ഓഫ് എ മൊണാർക്ക് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് വേഴ്സ് ബേസ്ഡ് ഡ്രാമ ആർ എമംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് ഡെവലപ്മെന്റ്സ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കോട്ട്ലി പവറിനോട് കൂടിയിട്ടാണ് എലിസബത്തിൻ പോയിട്രി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറെ തീംസ് എല്ലാം തന്നെ ഈ ഒരു മൊണാർക്ക് ഫിഗേഴ്സിനെ ബേസ്ഡ് ആയിട്ടുള്ള തീംസ് ആയിരുന്നു ഇവർ എഴുതിയിരുന്നത്. പിന്നെ ഈ എലിസബത്തിൻ പോയിട്രിയുടെ എലിസബത്തിൻ ഏജ് എന്ന് പറയുന്നത് വാസ് എ ഗ്രേറ്റ് ഏജ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമുക്കറിയാം, ഒരു ഗോൾഡൻ പീരീഡ് ഓഫ് ലിറ്ററേച്ചർ ആയിരുന്നു എന്ന്. During this time, the writing of poetry was part of education among the educated people. ഈ ഒരു കാലഘട്ടത്തിൽ പോയിട്രി എഴുതുക എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു കൾച്ചറായിട്ടും ട്രഡീഷണൽ ആയിട്ടും എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ഫോളോ ചെയ്തിരുന്നു. ദാറ്റ് ഈസ് വൈ many book of poetry by different writers appear during this period. കാരണം അതുകൊണ്ടാണ് എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായിട്ട് പോയിട്രീസ് എഴുതുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഏജിൽ ഒരുപാട് പോയറ്റിക് വർക്ക്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ദ പ്രോപ്പർ എലിസബത്തിൻ ലിറ്റററി ഏജ് began in 1579, but before that year, പ്രോപ്പർലി നമ്മൾ പറയുകയാണെങ്കിൽ എലിസബത്തിൻ ലിറ്റററി ഏജ് ആരംഭിക്കുന്നത് 1579 പക്ഷേ അതിന് കുറച്ചു നാള് മുമ്പ് സർ തോമസ് വൈറ്റും ഏർൽ ഓഫ് സറേയും കൂടി മെയ്ഡ് ദർ പോയറ്റിക് കോൺട്രിബ്യൂഷൻ. ഏതാണത്? സർ വൈറ്റ് wrote a sonnet from Italy and made it popular in England. ഓക്കെ, പ്രോപ്പർലി എലിസബത്തിൻ ഏജ് ലിറ്റററി ഏജ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സർ തോമസ് വൈറ്റും ഏൾ ഓഫ് സറേയും കൂടി നമ്മുടെ ഇറ്റാലിയൻ ഫോം ആയിട്ടുള്ള സോണറ്റ്സിനെ ഇവിടെ എത്തിക്കുകയും അതിനൊരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഇവിടെ പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ദേ ഫോളോ ദ ട്രഡീഷൻ ഓഫ് പെട്രാർക്കിംഗ് സോണറ്റ്സ് വിത്ത് ഒക്ടേവ് ആൻഡ് സെസറ്റ്. ലേറ്റർ ആണ് അത് ഇംഗ്ലീഷ് സോണറ്റ് സ്റ്റൈലിലേക്ക് ഷേക്സ്പിയർ ചേഞ്ച് ചെയ്യുന്നത്. ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് നമുക്കറിയാം 3 quatrains and 1 couplet. ഓക്കെ, അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമുക്ക് നോക്കാം. എലിസബത്തിൻ സോണറ്റ് നമ്മൾ പറഞ്ഞു, എലിസബത്തിൻ ലിറ്റററി ഏജിന് മുമ്പ് തന്നെ ഒരു ലിറ്റററി കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളതാണ് എലിസബത്തിൻ സോണറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് സോണറ്റ് ഇസ് എ ലിറിക് പോയം consisting of 14 lines of iambic pentameter with an intricate rhyme scheme. കൃത്യമായിട്ടുള്ള ഒരു ഇൻട്രിക്കേറ്റ് റൈം സ്കീംസ് ഉള്ള ഒരു 14 ലൈൻ അയംബിക് പെന്റാമീറ്ററിലുള്ള
കുഞ്ഞു കവിതയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എലിസബത്തൻ സോണറ്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു മെയിൻ ടൈപ്സ്, ഇറ്റാലിയൻ ആൻഡ് പെട്രാർക്കിംഗ് സോണറ്റ്സ്, ഇറ്റാലിയൻ ഓർ പെട്രാർക്കിംഗ് സോണറ്റ്സ് ആൻഡ് ഷേക്സ്പിയറിയൻ സോണറ്റ്സ്. ഇതും അല്ലാതെ ഒരു ഫോമും കൂടി ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അനദർ ഫോം വാസ് കോൾഡ് സ്പെൻസറിയൻ സോണറ്റ്. പക്ഷെ നമ്മൾ മെയിൻ ഡിവിഷൻ കൊടുക്കുന്നത് ഇറ്റാലിയൻ അല്ലെങ്കിൽ പെട്രാർക്കിൻ എന്നും ഷേക്സ്പിയറിയൻ സോണറ്റ് എന്നാണ് നമ്മൾ ഡിവിഷൻ കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു പ്രിവലന്റ് ഏജിൽ നമുക്ക് 3 ടൈപ്സ് വിസിബിൾ ആയിരുന്നു എന്ന് മാത്രം. ഇറ്റാലിയൻ ഓർ പെട്രാർക്കിംഗ് സോണറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, പെട്രാർക്കിംഗ് സോണറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഒക്ടേവ് ഫോളോഡ് ബൈ എ സെസറ്റ്. ഒരു ഒക്ടേവും അതിനുശേഷം ഒരു സെസറ്റുമാണ് പെട്രാർക്കിംഗ് സോണറ്റ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ റൈം സ്കീം ഓഫ് ഇറ്റാലിയൻ ഓർ പെട്രാർക്കിംഗ് സോണറ്റ് വാസ് AB, BA, AB, BA, CDE, CDE. ഓക്കെ, ഇതല്ലാതെ ഒരു റൈം സ്കീമും കൂടി ഇറ്റാലിയൻ ഓർ പെട്രാർക്കിയിൽ അവർ ഫോളോ ചെയ്തിരുന്നു. AB, BA, AB, BA, CDC, CDC. അപ്പൊ ആകെ വ്യത്യാസം വരുന്നത് ആ സെസറ്റിലാണ്. സെസറ്റിൽ CDE എന്ന് പറയുന്ന ഒരു റൈം സ്കീമും ഫോളോ ചെയ്തിരുന്നു, CDC എന്ന് പറയുന്ന ഒരു റൈം സ്കീമും ഫോളോ ചെയ്തിരുന്നു. പെട്രാർക്കിംഗ് സോണറ്റ്സ് ഇങ്ങടേക്ക് എത്തിക്കുന്നത് സർ തോമസ് വയറ്റ് ആണ്. Okay, who wrote in Petrarchan form in iambic pentameter and used the Petrarchan rhyme scheme. പിന്നീട് വരുന്നത് ഷേക്സ്പിയറിയൻ സോണറ്റ് ആണ്. ഇറ്റാലിയൻ ഫോമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷേക്സ്പിയർ തൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സോണറ്റിൽ. It is made up of 3 quatrains and ends beautifully with a couplet. അല്ലെ, കപ്ലറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സമ്മറി പോലെ ഒരു ഡിഫൈനിങ് ഫാക്ടറും കൂടിയായിരുന്നു. റൈം സ്കീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, AB, CD, EF and the കപ്ലറ്റിന്റെ വരുന്നത് GG. ഷേക്സ്പിയറിയൻ സോണറ്റ് സംതിങ് ഡിഫറെന്റ് ഫ്രം ദ അതർ വൺസ്. കാരണം അതിനകത്ത് ഒരു മെറ്റഫേഴ്സ്, ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം ആ ഒരു തീം ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ ക്വാട്രെയിൻസ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയും അതിൻ്റെ ഒരു സമ്മറി നമുക്ക് കപ്ലറ്റിൽ കിട്ടുകയും ചെയ്യുന്നു. ആൻഡ് ഷേക്സ്പിയർ ആണ് ഈ ഒരു ഇംഗ്ലീഷ് സോണറ്റിനെ പോപ്പുലറൈസ്ഡ് ആക്കുന്നത്, പെട്രാർക്കിംഗ് മോഡലിൽ കാര്യമായ വ്യത്യാസം കൊണ്ടുവരുന്നത്. ആൻഡ് ഹി ഹാസ് എ കളക്ഷൻ ഓഫ് 154 സോണറ്റ്സ്. അദ്ദേഹത്തിന്റെ സോണറ്റ്സിന്റെ ഒരു തീം എന്ന് പറയുന്നത് പാസേജ് ഓഫ് ടൈം, ലവ്, ബ്യൂട്ടി ആൻഡ് മോർട്ടാലിറ്റി. ഫസ്റ്റ് പബ്ലിഷ് ആക്കുന്നത് 1609 ആ ഒരു ക്വാർട്രോയിലാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സോണറ്റ്സ് പബ്ലിഷ് ആക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ടൈമിൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു എന്ന്. അപ്പാർട്ട് ഫ്രം അതർ 2 forms, we have to discuss the third variant called Spenserian sonnet. എഡ്മണ്ട് സ്പെൻസർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോണറ്റ് ഫോം ആണ് സ്പെൻസറിയൻ സോണറ്റ് എന്ന് പറയുന്നത്. 3 quatrains and 1 couplet തന്നെ ഉണ്ടായിരുന്നത് അയാംബിക് പെന്റാമീറ്ററിൽ. സ്പെൻസർ ഈ ഒരു സ്റ്റൈല് ഫെയറി ക്യൂനിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. റൈം സ്കീം സ്പെൻസറിയൻ സോണറ്റിന്റെ വരുന്നത് AB, BC, CD ആൻഡ് EE. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് സോണറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് സോണറ്റ് സീക്വൻസുകൾ ഉണ്ട് എലിസബത്തൻ ഏജിൽ. അതിൽ ഒന്ന് സർ ഫിലിപ്പ് സിഡ്നീസ് ആസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല 1591 പബ്ലിഷ് ആയതാണ്. ഏകദേശം 108 സോണറ്റ്സ് ആൻഡ് 11 സോണറ്റ്സ് ടു പെനലോപ്പ് റിച്ച്. പിന്നെ ഉള്ളത് എഡ്മണ്ട് സ്പെൻസറിന്റെ അമറോറ്റി 1594 88 സോണറ്റ്സ്. പിന്നെ ഉള്ളത് സാമുവൽ ഡാനിയൽസ് ഡെല്ല 1592 50 സോണറ്റ്സ്. മൈക്കൽ ട്രേറ്റൻസ് ഐഡിയാസ് ആൻഡ് മിറർ 1594 64 സോണറ്റ്സ്. പിന്നെ ഉള്ളത് ഷേക്സ്പിയർ സോണറ്റ്സ് 1609 154 സോണറ്റ്സ്. അതിൽ ഫസ്റ്റ് 126 അഡ്രസ്ഡ് ടു എ ഫെയർ യൂത്ത് ആൻഡ് നെക്സ്റ്റ് അഡ്രസ്ഡ് ടു എ ഡാർക്ക് ലേഡി. ഓക്കെ, നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള എലിസബത്തൻ പോയിറ്റ്സിനെയും കൂടി നോക്കാം. The most famous poets of Elizabethan age were Edmund Spenser, Philip Sidney, Michael Drayton, Samuel Daniel, Thomas Champion, and besides that we have a legendary figure called Shakespeare. നമുക്ക് ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എഡ്മണ്ട് സ്പെൻസർ ആണ്. എഡ്മണ്ട് സ്പെൻസറിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1552 to 1599. ജനിച്ചത് ഈസ്റ്റ് സ്മിത്ത്ഫീൽഡ് ലണ്ടനിലാണ്. ആൻഡ് ഹി വാസ്
educated person, and he got his education at Merchant Taylor School and Pembroke Hall, Cambridge. അതായത് ലിറ്റററി കരിയർ ആരംഭിക്കുന്നത് with his first publication released in 1579 with a poetic work called The Shepherd's Calendar. ഷെപ്പേർഡ്സ് കലണ്ടർ 1579 കുറെ പോസിറ്റീവ് റിവ്യൂസോട് കൂടി വരുന്ന ഒരു വർക്കാണ്. ആൻഡ് എഡ്മണ്ട് സ്പെൻസർ വാസ് ഡെഡിക്കേറ്റഡ് ദിസ് വർക്ക് ടു ഫിലിപ്പ് സിഡ്നി. ഇൻ ഇമിറ്റേഷൻ ഓഫ് ദി ക്ലാസിക്കൽ പോയിറ്റ് വെർജിൽസ് ദ ഷെപ്പേർഡ്സ് കലണ്ടർ, ഇതിനകത്ത് ഈ ഒരു ഷെപ്പേർഡ്സ് കലണ്ടർ എന്ന് പറയുന്ന വർക്കിനകത്ത് വി ഹാവ് എ സീരീസ് ഓഫ് എക്ലോക്സ്. എക്ലോക്സ് മീൻസ് ഷോർട്ട് പോയംസ് ആണ്, യൂഷ്വലി കാസ്റ്റസ് പാസ്റ്ററൽ ഡയലോഗ്സ്. പിന്നെ നമ്മൾ നോക്കുവാണ് കുറെ ഇന്നസെൻസ് ഷെപ്പേർഡ്സിന്റെ ഒരു ലൈഫും ഡിസ്കസ് ചെയ്യുന്ന ലവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ സ്പെൻസറിന്റെ ഒരു സ്ഥാനം ഉറപ്പിച്ചത്, സ്പെൻസറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, സ്പെൻസറിന്റെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള ഫെയറി ക്വീൻ ആണ്. ഫെയറി ക്വീന്റെ ബുക്ക് നമ്പർ 1 to 3 1590 ബുക്ക് നമ്പർ 4 to 6 1596 പബ്ലിഷ് ആകുന്നത്. ഈ ഒരു വർക്ക് അദ്ദേഹം ഓഫർ ചെയ്യുന്നത്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ക്വീൻ എലിസബത്തിന് തന്നെയാണ്. ആൻഡ് ഈ അറ്റംപ്റ്റ് ആണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ക്വീൻ എലിസബത്തിന്റെ ഫേവറേറ്റ് ആക്കി മാറ്റുന്നത്. ഇൻ റെക്കഗ്നിഷൻ ഫോർ ഹിസ് പോയിന്റ്സ് ക്വീൻ എലിസബത്ത് ഒരു ബിഗ് എമൗണ്ട് ഓഫ് മണിയൊക്കെ അദ്ദേഹത്തിന് അവാർഡ് ചെയ്തിരുന്നു. ആൻഡ് ഇത് അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ ഏൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു, ദ അയർ ഓഫ് ലോർഡ് ബങ്കർലി. ഓക്കെ, പിന്നെ സ്പെൻസറിന്റെ മറ്റു കുറെ വർക്ക്സുകളും കാര്യങ്ങളും മറ്റു മൈനർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഫേമസ് വൺ ഈസ് ഫിലിപ്പ് സിഡ്നി. ഫിലിപ്പ് സിഡ്നിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1554 to 1586 ആണ്. ഫിലിപ്പ് സിഡ്നി ജനിക്കുന്നത് പെൻഹേഴ്സ്റ്റ് ഇൻ കെന്റ് ആണ്. അദ്ദേഹം അത്യാവശ്യം നല്ല കോൺട്രിബ്യൂഷൻസ് നമുക്ക് ലിറ്ററേച്ചറിലേക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. 1575 സിഡ്നി ഇംഗ്ലണ്ടിൽ നിന്നും പോയതിനു ശേഷം, ചെറിയൊരു യാത്രയ്ക്ക് ശേഷം, റിട്ടേൺ ടു ഇംഗ്ലണ്ട് ആൻഡ് ബിക്കെയിം എ കോർട്ടിയർ അറ്റ് ദ കോർട്ട് ഓഫ് ക്വീൻ എലിസബത്ത്. ആ ഒരു മടക്കം എന്ന് പറയുന്നത് ക്വീൻ എലിസബത്തിന്റെ കൊട്ടാരത്തിലേക്കുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു. ആൻഡ് it was here that he first made his acquaintance of Penelope, the eldest daughter of Lord Essex. Okay, ഒരു 12 വയസ്സുകാരിയോട് ഒരു പ്രണയം തോന്നുകയും അങ്ങനെയാണ് ഫിലിപ്പ് സിഡ്നി തന്റെ സോണറ്റ് സീക്വൻസ് ആയിട്ടുള്ള ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല ഈ പെനലോപ്പിനെ ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ സിഡ്നിക്ക് ഒരു ടൈറ്റിലും കൂടി കിട്ടുകയാണ്, ദ ടൈറ്റിൽ ഓഫ് നൈറ്റ്ഹുഡ്. സിഡ്നിയുടെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ദ കൗണ്ടസ് ഓഫ് പെംബ്രോക്ക് അർക്കാഡിയ, ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല ആൻഡ് എപ്പോളജി ഫോർ പോയിട്രി. നമുക്കറിയാം ഈ അന്നത്തെ ഒരു ഈ മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ പല സ്റ്റൈലിൽ എഴുതി വന്നിരുന്നു. അതുകൊണ്ട് 2-3 ടൈറ്റിലിൽ ഇതിങ്ങനെ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് എപ്പോളജി ഫോർ പോയിട്രി, എ ഡിഫൻസ് ഓഫ് പോയിട്രി, ഡിഫൻസ് ഓഫ് പോയിട്രി എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ടൈറ്റിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ പറയാൻ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ് ഷേക്സ്പിയർ എന്ന് പറയുന്നത്. ഷേക്സ്പിയർ പോയട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഷേക്സ്പിയറിന്റെ നാടകങ്ങൾക്ക് ഒപ്പം നമുക്ക് കിടപിടിക്കാൻ സാധിക്കുന്ന അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു പോയറ്റിക് പീസ് ആണ്. ഷേക്സ്പിയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള 5 പോയിംസ് അദ്ദേഹത്തിനുണ്ട്. വീനസ് ആൻഡ് അഡോണസ്, റേപ്പ് ഓഫ് ലൂക്രി, പാഷനേറ്റ് പിൽഗ്രിം, ഫീനിക്സ് ആൻഡ് ദ ടേർട്ടിൽസ്, ലവേഴ്സ് കംപ്ലൈന്റ്. അതിൽ തന്നെ ഈ വീനസ് ആൻഡ് അഡോണിസ് ആൻഡ് റേപ്പ് ഓഫ് ലൂക്രി എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ വെൽ നോൺ ആയിട്ടുള്ള നറേറ്റീവ് പോയിംസ് ആണ്. അത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഹെൻറി വിത്തോർലി, ദ ഏർൾ ഓഫ് സതാംപ്ടൺ. പിന്നെ നമുക്കറിയാം ഷേക്സ്പിയറിനെ ഫേമസ് ആക്കിയത് ഷേക്സ്പിയറിന്റെ സോണറ്റ്സുകളാണ്. ഷേക്സ്പിയറിന്റെ സോണറ്റുകൾ എന്ന് പറയുന്നത് 154 സോണറ്റ്സ് ഉണ്ട്. ഓൾ ടുഗെദർ 1609 പബ്ലിഷ് ആക്കുന്നുണ്ട്. അഡീഷണലി അദ്ദേഹം 6 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഷേക്സ്പിയർ wrote and included in the play Romeo and Juliet, Henry V and Love Labours Lost. പക്ഷെ നമ്മൾ ആ ഒരു സോണറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 154 നമ്പർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മറ്റ് 6 എന്ന് പറയുന്നത് പ്ലേയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ഷേക്സ്പിയർ സോണറ്റ്സ് എന്ന് പറയുന്നത് റിനൈസൻസ് ഇറയിൽ തന്നെ മൊത്തത്തിൽ ആ ഒരു സോണറ്റ്സ് ട്രഡീഷനെ മൊത്തത്തിൽ
തൂത്തുവാരി അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് സ്റ്റൈല് ചേഞ്ച് ചെയ്തൊരു കാര്യമായിരുന്നു. പെട്രാർക്ക് 14th സെഞ്ച്വറിയിൽ ഇറ്റലിയിലും അത് 16th സെഞ്ച്വറിയിലേക്കാണ് തോമസ് വൈറ്റ് എല്ലാവരും കൂടിയിട്ട് അതിനെ ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് 14 വരിയുള്ള കൃത്യമായ ഒരു മീറ്റർ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു ചെറിയ കവിതയാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഷേക്സ്പിയറിന്റെ സോണറ്റ്സിനകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ലവ്, മോർട്ടാലിറ്റി, ടൈം പാസേജ്, ബ്യൂട്ടി ഇതൊക്കെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന തീംസ് ആണ്. അതുപോലെ ഒരു ഹോമോ ഇറോട്ടിസിസോ മിസോഗിനിയും അങ്ങനത്തെ കുറച്ച് എന്താ പറയുക കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള തീംസ് നമുക്ക് ഇതിനകത്ത് വിസിബിൾ ആണ്. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെറ്റഫിസിക്കൽ പോയട്രി ആണ്. മെറ്റഫിസിക്കൽ പോയട്രി എന്ന് പറയുന്ന ഈ ഒരു ടേം, ദ ടേം മെറ്റഫിസിക്കൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് 17th സെഞ്ച്വറി പോയിറ്റ്സിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. അതിനകത്ത് വരുന്നത് ജോൺ ഡൺ, ആൻഡ്രൂ മാർവെൽ, ഹെൻറി വൂഗൻ, ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രൂഷോ. ആക്ച്വലി ദിസ് പോയിറ്റ് ഡസ് നോട്ട് ബിലോങ് ടു എ കോമൺ പോയറ്റിക് ഗ്രൂപ്പ്. പക്ഷേ ഇവർക്കൊരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഓഫ് ദർ പോയട്രി. അവരുടെ പോയട്രിക്ക് ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്റലക്ച്വൽ ആയിട്ട് കുറച്ച് ഹൈ വേരിയന്റിൽ നിൽക്കുന്ന ഒരു പോയറ്റിക് സ്റ്റൈലായിരുന്നു ഇവരുടെ പോയറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ജോൺ ഡ്രൈഡൻ ആണ് ആദ്യമായിട്ട് ഈ ഒരു ടേം മെറ്റഫിസിക്കൽ എന്ന് പറയുന്ന ഒരു ടേം ക്രിറ്റിസിസം ഓഫ് ഡണ്ണിനെ കുറിച്ചുള്ള ക്രിറ്റിസിസത്തിലാണ് ഇദ്ദേഹം ജോൺ ഡ്രൈഡൻ ആദ്യമായിട്ട് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. In a discourse concerning satire, Dryden stated that Donne in his poetry affects the metaphysics എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ടേം കൂടുതലായിട്ടും ഫ്ലറിഷ് ആകുന്നത് സാമുവൽ ജോൺസന്റെ ദ ലൈഫ് ഓഫ് പോയിറ്റ്സ് എന്ന് പറയുന്ന വർക്കിലാണ് മെറ്റഫിസിക്കൽ പോയിറ്റ്സ് എന്ന് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് സാധാരണയായി ക്വസ്റ്റ്യൻ വരുന്നത് ഹു കോയിൻ ദ ടേം മെറ്റഫിസിക്കൽ പോയിറ്റ്സ് എന്നാണ് ചോദിക്കാറ്. അത് വന്നത് സാമുവൽ ജോൺസന്റെ ദ ലൈഫ്സ് ഓഫ് പോയിറ്റ്സ് എന്ന് പറയുന്ന വർക്കിലാണ്. അങ്ങനെ 17th സെഞ്ച്വറി ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിന്റെ റൈസിങ് വിറ്റ്നസ് ചെയ്യാണ്. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നതായിരുന്നു നമ്മളുടെ മെറ്റഫിസിക്കൽ പോയിറ്റ്സ്. ഇവരുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ഇൻ ദർ പോയിട്രി വി കൻ സീ എ ബ്ലെൻഡ് ഓഫ് ഹെട്രോജീനിയസ് ഐഡിയാസ് യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. അങ്ങനെയാണ് ഈ ഒരു ടേമിനെ ഡോക്ടർ ജോൺസൺ വിശേഷിപ്പിക്കുന്നത്, സാമുവൽ ജോൺസൺ വിശേഷിപ്പിക്കുന്നത് ദ മോസ്റ്റ് ഹെട്രോജീനിയസ് ഐഡിയാസ്. ഹെട്രോജീനിയസ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. എന്താ പറയുക, നമ്മൾ വയലന്റ്ലി ആ ഒരു ഐഡിയാസിനെ ബ്ലെൻഡ് ചെയ്തേക്കുവാണ്. നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്കുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസിനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഇന്റലക്ച്വലി ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പോയിട്രിയാണ് മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി എന്ന് പറയുന്നത്. Metaphysical poetry is characterized by a subtle, complex and concentrated thoughts. Intellectually rigorous ആയിരുന്നു. ആൻഡ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് ആണ്. ഇപ്പൊ ജോൺസൺ തന്നെ പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഡിസിമിലർ ഇമേജസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗിലാണെങ്കിൽ ജോൺ ഡൺ കമ്പയർ ചെയ്യുന്നത് ടു ലവേഴ്സ് ടു കോമ്പസ് അല്ലേ. പിന്നെ അൺയൂഷ്വൽ ഇമേജറി ആണ്. ദേ ആർ ടേക്കൺ ഫ്രം ഡിഫറെന്റ് പാർട്സ്, ഡിഫറെന്റ് ഫീൽഡ്സിൽ നിന്നും പിക്ക് ചെയ്യുന്ന അൺയൂഷ്വൽ ഇമേജറി. നോളേജ്, ഹിസ്റ്ററി, ജോഗ്രഫി, ആസ്ട്രോണമി, മാത്തമാറ്റിക്സ്, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസിപ്ലിൻസിൽ നിന്നും പിക്ക് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് ആണ് ഇവരുടെ വർക്ക്സിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വളരെ ഡ്രമാറ്റിക് ക്വാളിറ്റി ഉള്ള വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് ഓപ്പണിംഗ് ആയിരിക്കും ഇവരുടെ പോയിട്രിയിൽ ഉണ്ടാവുക. ആൻഡ് ഫ്രീക്വന്റ്ലി ദേ മേക്ക് യൂസ് ഓഫ് പാരഡോക്സ്. അതായത് പാരഡോക്സുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്സ് ആയിരുന്നു മെറ്റഫിസിക്കൽ പോയിറ്റ്സിന് ഉണ്ടായിരുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു പോയിറ്റിനെ നോക്കാം, ജോൺ ഡൺ. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1572 to 1631. ഇംഗ്ലീഷ് പോയിറ്റും ക്ലറിക്കും ലോയറും ഒക്കെയായിരുന്നു ജോൺ ഡൺ എന്ന് പറയുന്നത്. ജോൺ ഡണ്ണിന്റെ ഒരു ലിറ്റററി കരിയറിൽ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് ആണ്. പിന്നെ ദ ഫ്ലീ, ദ ഗുഡ് മോറോ, ദ സൺ റൈസിങ്, കാനണൈസേഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ എല്ലാം തന്നെ ഫേമസ് ആണ്. നമുക്ക് ഒന്നും ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലാത്ത മെറ്റഫിസിക്കൽ പോയിട്രിയുടെ എല്ലാ എലമെന്റ്സും വരുന്ന ഒരു വർക്കാണ് ജോൺ ഡൺ നമുക്കായിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ മെറ്റഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് തന്നെ ജോൺ ഡണ്ണിന്റെ ഈ പറയുന്ന
വാലഡിഷൻ ഫോർബിഡൻ മോർണിംഗും കാനണൈസേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ആ പോയിറ്റ്സിന്റെ പോയിട്രിക്ക് അകത്തുള്ള ലൈനുകളും കൂടെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് വൺ ഇസ് ഹെൻറി വോഗൻ. ഹെൻറി വോഗന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1621 to 1695 ആണ്. ഹെൻറി വോഗന്റെ 1646 അദ്ദേഹത്തിന്റെ വാഗൻസ് പോയം വിത്ത് ദ 10th satire of juvenile English was published. അതിന്റെ പിന്നീട് സെക്കൻഡ് വോളിയൂംസ് ഒക്കെ ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിന്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് ഓറൽ Aeschines, a collection of some select poems and translation, The Mount of Olives or Solitary Devotions, Hermetical Physic. ഇത്രയൊക്കെയാണ് അത് നമ്മുടെ ഹെൻറി വോഗന്റെ വർക്ക്. അതിൽ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ റിട്രീറ്റ്. ഓക്കെ, ഇപ്പൊ റിട്രീറ്റ് എന്ന് പറയുന്ന പോയത്തിനകത്ത് അതൊരു മെറ്റഫിസിക്കൽ പോയത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റിട്രീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫുൾ വിത്ത് ഷോർട്ട് ആൻഡ് സജസ്റ്റീവ് കൺസെപ്റ്റ്സ്. കുറെ മെറ്റഫിസിക്കൽ കൺസെപ്റ്റ്സിന്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ നമുക്ക് റിട്രീറ്റ് എന്ന് പറയുന്ന പോയറ്റിൽ കാണാൻ സാധിക്കും. പിന്നെ പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഇമേജസ്, അബ്സേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഹെൻറി വോഗന്റെ റിട്രീറ്റ്. അപ്പം നിങ്ങൾ ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സും അതേപോലെ തന്നെ ഫേമസ് അല്ലാത്ത വർക്ക്സും കൂടി നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് വൺ ഇസ് ആൻഡ്രൂ മാർവൽ. ആൻഡ്രൂ മാർവലിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു പോയമാണ് ടു ഹിസ് കോയ് മിസ്ട്രസ്. ടു ഹിസ് കോയ് മിസ്ട്രസ് എന്തുകൊണ്ടാണ് ഫേമസ് ആയത്? അതായത് 17th സെഞ്ചുറിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ടു ഹിസ് കോയ് മിസ്ട്രസ്. നമുക്ക് ടു ഹിസ് കോയ് മിസ്ട്രസിനെ ഒരു മെറ്റഫിസിക്കൽ പോയിട്രിക്ക് അപ്പുറം വി ക്യാൻ കൺസിഡർ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കാർപ്പീഡിയം പോയിട്രി. കാർപ്പീഡിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സീസ് ദ ഡേ. ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ടാണ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു ഡു എനിത്തിങ്, ഡു വിത്ത് ദ റൈറ്റ് മൊമെന്റ്. അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ യു ഹാവ് ടു കംപ്ലീറ്റ് ദ തിങ്. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തീം ഫോളോ ചെയ്യുന്ന ഒരു വർക്കാണ് ടു ഹിസ് കോയ് മിസ്ട്രസ്. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചെക്ക് the poem, the entire poem in detail. ഓക്കെ, അദ്ദേഹത്തിനും മാർവലിന് ആൻഡ്രൂ മാർവലിന്റെ വർക്ക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ വി ഹാവ് നേച്ചർ പോയംസ്, ദ മവർ പോയംസ്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഒരു പബ്ലിക് നിങ്ങളുടെ യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ടുള്ള ഒരു വീഡിയോസിനകത്ത് നമ്മൾ മവർ പോയംസ് എന്ന് പറയുന്നത് ആരാണ് എഴുതിയിരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരുന്നു. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ആൻഡ്രൂ മാർവൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർവലിന്റെ പോയിംസ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നേച്ചർ പോയിംസ് എന്നും മവർ പോയിംസ് എന്നും റിലീജിയസ് പോയിംസ് എന്നും ലവ് പോയിംസ് എന്നും പൊളിറ്റിക്കൽ പോയിംസ് ഡ്യൂറിങ് കോമൺ വെൽത്ത് ഇറ അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ യു ഹാവ് ടു ചെക്ക് ദിസ് ലിസ്റ്റ് ഇൻ ഡീറ്റെയിൽ. The Romantic Age poetry. Romantic Age poetry is from 1798 to 1837. The Romantic Age of poetry is characterized by a shift from structure, intellect, and reason towards freedom of thoughts, expressions, besides idealization of nature. And famous ആയിട്ടുള്ള romantic poets എന്ന് പറയുന്നത് വില്യം ബ്ലേക്ക്, വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോളറിഡ്ജ്, പി.വി. ഷെല്ലി, കീറ്റ്സ്, ബൈറൺ ഇവരൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി 18th സെഞ്ചുറി ഒരു മേജർ ചേഞ്ച് ആണ് നമുക്ക് അഗ്രികൾച്ചറിലും മാനുഫാക്ചറിലും മൈനിങ്ങിലും ട്രാൻസ്പോർട്ടിലും ഒക്കെ ഇംഗ്ലണ്ട് വിറ്റ്നസ് ചെയ്തത്. ഈ ഒരു സോഷ്യോ എക്കണോമിക് ചേഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ആ ഒരു സൊസൈറ്റിയിൽ മാത്രമല്ല റിഫ്ലക്ട് ആയത്. ഇത് റിഫ്ലക്ട് ആയത് ബിസൈഡ്സ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കാര്യങ്ങളെല്ലാം കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ സംഭവിച്ചെങ്കിലും ഈ റിഫ്ലക്ഷൻസ് ഒരു വർക്കിംഗ് ക്ലാസ് ന്യൂ വർക്കിംഗ് ക്ലാസ് ഓഫ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യും. അത് തന്നെ ഇവരുടെ ഈ ലിറ്റററി വർക്ക്സിലും കൂടെ റിഫ്ലക്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് റൊമാൻറ്റിക് പോയിട്രി എന്ന് പറയുന്നത്. നമുക്ക് റൊമാൻറ്റിക് പോയിറ്റ്സ് നമുക്ക് ഫസ്റ്റ് ജനറേഷൻ എന്നും സെക്കൻഡ് ജനറേഷൻ എന്നും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് പറയുന്നത് വില്യം ബ്ലേക്ക്, അതേപോലെ വില്യം വേർഡ്സ്വർത്ത്, സാമുവൽ ടൈലർ കോളറിഡ്ജ്, റോബർട്ട് സദേ ഇവരൊക്കെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പ്രീ റൊമാൻറ്റിക്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഗ്രൂപ്പിനെയാണ്. അതിൽ തന്നെ ഫസ്റ്റ് വൺ ആണ് വില്യം ബ്ലേക്ക് എന്ന് പറയുന്നത്. വില്യം ബ്ലേക്കിന്റെ ഫസ്റ്റ് പ്രിന്റഡ് വർക്ക് എന്ന് പറയുന്നത് പോയറ്റിക്കൽ സ്കെച്ചസ് എന്ന് പറയുന്ന വർക്കാണ് 1783. അതൊരു കളക്ഷൻ ഓഫ് അപ്രന്റീസ് വേഴ്സസ് ആണ്. അത് ഇമിറ്റേറ്റിംഗ് ദ ക്ലാസിക്കൽ മോഡൽസ് ഓഫ് വർക്ക്സിനെ ഇമിറ്റേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു. ആൻഡ് ദ പോയം പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വാർ, tyranny and King George III's treatment of American colonies.
ഇതായിരുന്നു അതിലെ തീം എന്ന് പറയുന്നത്. യുദ്ധം അല്ലെങ്കിൽ കിങ് ജോർജിന്റെ കുറച്ച് പ്രവൃത്തികളും കാര്യങ്ങൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വർക്ക് വന്നത്. പിന്നീട് 1787 ബ്ലേക്ക് അദ്ദേഹത്തിന്റെ സോങ് ഓഫ് ഇന്നസെൻസ് ആസ് ദ ഫസ്റ്റ് മേജർ വർക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വർക്ക് പോയറ്റിക്കൽ സ്കെച്ചസ് വന്നെങ്കിലും അദ്ദേഹത്തെ ഫേമസ് ആക്കിയത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മേജർ വർക്ക് ആയിട്ടുള്ള 1787 പബ്ലിഷ് ആക്കിയിട്ടുള്ള സോങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന വർക്കാണ്. അത് 1787 പ്രൊഡ്യൂസ് ചെയ്യുകയും 1789 അത് പബ്ലിഷ് ആക്കുകയും ചെയ്തത്. അതിനുശേഷം അതിനെ ഫോളോ ചെയ്ത് വന്ന മറ്റൊരു വർക്കാണ് സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. നമുക്കറിയാം ദ ലാംബ്, ദ ടൈഗർ ഒക്കെ ഈ സോങ്സ് ഓഫ് ഇന്നസെൻസും സോങ്സ് ഓഫ് എക്സ്പീരിയൻസിലും പെട്ടിട്ടുള്ള വർക്ക്സ് ആണ്. അപ്പം നിങ്ങൾ ഈ ലാംബും ടൈഗറും ഒക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അതിൽ തന്നെ ലാംബ് എന്ന് പറയുന്നത് സോങ് ഓഫ് ഇന്നസെൻസിലെ വർക്കാണ്. അപ്പൊ ഈ രണ്ട് വർക്കും അദ്ദേഹത്തെ നന്നായി ഫേമസ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നിങ്ങൾക്കറിയാം വില്യം വേർഡ്സ്വർത്ത് ആണ്. വില്യം വേർഡ്സ്വർത്തിന്റെ നമ്മൾ പലപ്പോഴും റൊമാൻറ്റിക് ഏജ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ് വില്യം വേർഡ്സ്വർത്തും കോളറിഡ്ജും എന്ന് പറയുന്നത്. കാരണം അവരുടെ ലിറിക്കൽ ബാലറ്റ്സിന്റെ പബ്ലിക്കേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു റൊമാൻറ്റിക് ഏജിന്റെ ബിഗിനിങ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. സോ ലിറിക്കൽ ബാലറ്റ്സ് ഫസ്റ്റ് പബ്ലിഷ് ആകുന്നത് 1798 നമുക്കറിയാം ഒരു വർക്കിന് എപ്പോഴും അതിന്റെ മുമ്പാണ് അതിന്റെ പ്രെഫസ് നമ്മൾ എഴുതുന്നത്. പക്ഷെ എന്നാൽ ഈ ഒരു റാപ്പിഡ് ഷിഫ്റ്റ് സംഭവിച്ച കാരണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് എഡീഷൻ ആയിട്ട് അവര് സെക്കൻഡ് എഡീഷൻ 1800 പ്രെഫസോട് കൂടി വരുന്നത്. സോ ഫസ്റ്റ് വരുന്ന വർക്കിനകത്ത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പ്രെഫസ്. 1798 വന്ന വർക്കിന് പ്രെഫസ് ഇല്ല. 1800 വന്ന വർക്കിനാണ് പ്രെഫസ് ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് ആഫ്റ്റർ 2 years ആണ് അവര് പ്രെഫസ് എഴുതുന്നത്. അതിന് ലിറിക്കൽ ബാലറ്റ്സിനകത്ത് 23 പോയിംസ് ഉള്ളത്. അതിൽ 4 കോളറിഡ്ജിന്റെയും ബാക്കി മുഴുവൻ വേർഡ്സ്വർത്തിന്റെ പോയിംസും ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം വേർഡ്സ്വർത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ നിങ്ങൾക്കറിയാം. പ്രെല്യൂഡ്, ഗ്രോത്ത് ഓഫ് എ പോയിറ്റ്സ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രെല്യൂഡ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് എ പോയിറ്റ്സ് മൈൻഡ് ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ പോയം. അതിന്റെ സബ് ടൈറ്റിൽ അങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയം കൂടിയാണ്. അത് 1799 അദ്ദേഹം എഴുതാൻ ആരംഭിക്കുകയും 1805 അദ്ദേഹം കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമാണ് ഈ ഒരു വർക്ക് പുറം ലോകത്തേക്ക് എത്തിയത്. പിന്നെയും അദ്ദേഹത്തിന്റെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട്. പക്ഷെ ഈ ഒരു ലിസ്റ്റിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് സാമുവൽ ടൈലർ കോളറിഡ്ജ്. കോളറിഡ്ജ് നിങ്ങൾക്ക് അറിയാം വേർഡ്സ്വർത്തിന്റെ കൂടെ തന്നെ ലിറിക്കൽ ബാലറ്റ്സ് ഒക്കെ എഴുതാനും ഇങ്ങനത്തെ ഒരു പുതിയൊരു ഷിഫ്റ്റ് ഓഫ് പോയട്രി കൊണ്ടുവരാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇവർ തമ്മിൽ ചില വ്യത്യാസങ്ങൾ സ്റ്റൈലിലും വേർഷൻസിലും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഈ പ്രെഫസ് ടു ലിറിക്കൽ ബാലറ്റ്സിനകത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാണ്ടും അതിൽ കുറച്ച് ഓൾട്ടർനേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിക്കൽ ലിറ്റററി എന്ന് പറയുന്ന വർക്കിന് എഴുതുന്നത്. പക്ഷെ ബയോഗ്രഫിക്കൽ ലിറ്റററിക്കകത്ത് അദ്ദേഹം മേജർ ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരുന്നത് ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. ഫാൻസി എന്ന് പറയുന്ന കോളറിഡ്ജിനെ സംബന്ധിച്ച് ഒരു ലോവർ വേർഷൻ ആണ് എങ്കിലും ഇമാജിനേഷൻ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഒരു ഹൈ ഹിഡൻ ഐഡിയാസിനും കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പവറും ഉള്ളത് ഇമാജിനേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ബയോഗ്രഫി ലിറ്റററിയുടെ ചാപ്റ്റർ 14 ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തിന്റെ മറ്റു വർക്ക്സ് ഏതൊക്കെയാണ്? ദ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ, കുബ്ല ഖാൻ ഒക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. നെക്സ്റ്റ് ഫേമസ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ് ആണ് റോബർട്ട് സദേ. റോബർട്ട് സദയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1774 to 1843 ആണ്. 1792 അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയും 1794 കോളറിഡ്ജിനെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ തമ്മിലുള്ള സംഭാഷണത്തിൽ ഇവർക്കൊരു കോമൺ ലിറ്റററി ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒന്നിച്ചാണ് ദേ റോട്ട് വേഴ്സ് ഡ്രാമാസ്. 2 വേഴ്സ് ഡ്രാമാസ് ഇവർ ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്. ദ ഫാൾ ഓഫ് റോബ്സ്പയർ ആണ് റോബർട്ട് സദയുടെ ഫസ്റ്റ് പബ്ലിഷ്ഡ് കളക്ഷൻ ഓഫ് പോയിംസ്. അത് 1795. ഈ 1798 മുതൽ 1796-98 കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് ബാലഡുകൾ, ഇൻസ്കേപ്പ് റോക്ക്, ദ ബാറ്റിൽ ഓഫ് ബേഹാൻ, അങ്ങനത്തെ ഒരുപാട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിഷ്ഡ് പ്രോസ് വർക്ക് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് റിട്ടൺ ഡ്യൂറിങ് എ ഷോർട്ട് റെസിഡൻസ് ഇൻ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. അങ്ങനെ ഒരുപാട് ലിറ്റററി പീസസ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ ആണ് റോബർട്ട് സദേ എന്ന് പറയുന്നത്.
പ്യൂരിറ്റൻ ഏജും ഒരുപാട് പോയിറ്റ്സിന്റെ റൈസിന് വിറ്റ്നസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്യൂരിറ്റൻ ഏജ്. പ്യൂരിറ്റൻ ഏജിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആണ് ജോൺ മിൽട്ടൺ, എഡ്വേർഡ് വാലർ, വില്യം ഡേവൻ ഹണ്ട്, സർ ജോൺ ഡെൻഹാൻ, എബ്രഹാം കൗലി ഒക്കെ. ഇതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയിറ്റ് ആണ് ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത്. ജോൺ മിൽട്ടന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1608 to 1674 ആണ്. ജോൺ മിൽട്ടന്റെ ലിറ്റററി കരിയറിൽ ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ്സ് നേറ്റിവിറ്റി, പിന്നെ അദ്ദേഹത്തിന്റെ ഇൽ അലിഗ്രോ ഇൽ പെൻസറോ, പിന്നെ മിൽട്ടനെ ഫേമസ് ആക്കിയത് ഒരു എലിസി ലെസിഡസ്, പിന്നെ മിൽട്ടന്റെ എപ്പിക് പോയം ആയിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ്. ലെസിഡസ് നിങ്ങൾക്കറിയാം മിൽട്ടന്റെ ഒരു പാസ്റ്ററൽ എലിജിയാണ്. നമുക്കറിയാം എലിജി എന്നാൽ മരണാനന്തര കാവ്യമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാസ്റ്ററൽ എലിജി എന്നാൽ പാസ്റ്ററൽ തീമിൽ വെച്ചുകൊണ്ട്, പാസ്റ്ററൽ സെറ്റിംഗ്സിൽ വെച്ചുകൊണ്ട്, അതിലെ ക്യാരക്ടേഴ്സിനെ ഷെപ്പേർഡ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു മരണാനന്തര സോങ് ആണ് പാസ്റ്ററൽ എലിജി എന്ന് പറയുന്നത്. മിൽട്ടന്റെ പാസ്റ്ററൽ എലിജി ആയിട്ടുള്ള ലെസിഡാസ് പബ്ലിഷ് ആക്കുന്നത് 1638 അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള എഡ്വേർഡ് കിങ്ങിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് മിൽട്ടൺ ഈ പറയുന്ന ലെസിഡാസ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. പിന്നെ മിൽട്ടന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് ആണ്. പാരഡൈസ് ലോസ്റ്റ് 10 ബുക്കിലാണ് ആദ്യമായി പബ്ലിഷ് ആക്കുന്നത് 1667. പിന്നീട് സെക്കൻഡ് എഡിഷൻ 1674 12 ബുക്കോട് കൂടി വരുന്നു. ബിബ്ലിക്കൽ തീം ആയിട്ടുള്ള അല്ലെങ്കിൽ ബിബ്ലിക്കൽ സ്റ്റോറി ആയിട്ടുള്ള ഫാൾ ഓഫ് ആദം ആൻഡ് ഈവ് ഫ്രം പാരഡൈസ്, അല്ലെങ്കിൽ പരദീസയിൽ നിന്നുമുള്ള ആദത്തിന്റെയും ഈവിന്റെയും ആ ഒരു പതനത്തെക്കുറിച്ച്, ദ ഫാൾ ഓഫ് മാൻ, അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് വേസ് ഓഫ് ഗോഡ് ടുവേർഡ്സ് മാൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാനും കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് മിൽട്ടൺ ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ആൻഡ് മിൽട്ടന്റെ ഈ ഒരു തീമായിട്ട് സബ്ജക്റ്റഡ് അദ്ദേഹം തന്നെ പറയുന്നത് മാൻസ് ഡിസൊബീഡിയൻസ് എന്നാണ്. ഓവറോൾ തീം എന്ന് പറയുന്നത് ജസ്റ്റിഫൈയിങ് ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ. ഓക്കെ, മിൽട്ടന്റെ മറ്റ് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് നമ്മൾ പറഞ്ഞു, ഇൽ അലിഗ്രോ ഇൽ പെൻസീറോ, പിന്നെ ഓൺ ദ ലേറ്റ് ഓഫ് മെസാക്കർ ഇൻ പിയർഡ് മൗണ്ട്, പാരഡൈസ് ലോസ്റ്റ് ഇൻ 1667, പാരഡൈസ് റീഗെയിൻഡ്, സാംസൺ അഗോണിസ്, ആർക്കാഡിയസ്. പ്രോസ് വർക്സിലുണ്ട് ഓഫ് റിഫോർമേഷൻ, ഓഫ് പ്രീലാക്ടിക്കൽ എപ്പോക്രസി, പിന്നെ അരിയോപജറ്റിക്, പ്ലേ ഫോർ ദ ലിബറേഷൻ ഓഫ് പ്രിന്റിംഗ്, പ്രസ് ലിബറേഷന് വേണ്ടി എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. അങ്ങനെ ഒരുപാട് ലിറ്റററി വർക്ക്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ടൈമില്ല. സോ നമ്മുടെ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലായിട്ടുള്ള UGC നെറ്റിന്റെ ഇംഗ്ലീഷിന്റെ സ്പെഷ്യൽ ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട്. അതിൽ നമ്മൾ ഇതിന്റെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ നോട്ട്സും ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെയും ഒരു PDF അവൈലബിൾ ആക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോട്ട്സ് കാണുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് എല്ലാം അതിലുണ്ടാകും. Hello dears, welcome to the second part of TOS Academy's Rapid Revision video. Myself Fatima Aslam. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ റിവിഷൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് പോയട്രിയുടെ കുറച്ച് പോയറ്റ്സിനെയും അവരുടെ വർക്ക്സിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്ത് കോംപ്രഹെൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. റിവിഷൻ എന്ന് പറയുന്നത് എക്സാംസിൻ്റെ ആ ഒരു എൻഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ഏറ്റവും എളുപ്പമാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് വിതൗട്ട് ഫെർദർ അഡ്യൂ നമ്മുടെ റിവിഷനിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെഫ്രി ചോസറിനെയാണ്. ബ്രിട്ടീഷ് പോയട്രി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾഡ് ഇംഗ്ലീഷ്, ബിയോൾഫിൻ്റെ ഒക്കെ വർക്ക്സ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രോപ്പറായിട്ട് ദ മേജർ റൈറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത് ജെഫ്രി ചോസറിനെയാണ് അല്ലേ. ജെഫ്രി ചോസറിൻ്റെ മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള ദ കാൻറ്റർബറി ടെയിൽസ്. കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ജെഫ്രി ചോസർ 14th century റൈറ്റർ ആണെന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വന്നു. അതുപോലെ തന്നെ ദ മിഡിൽ ഇംഗ്ലീഷ്, യൂസേജ് ഓഫ് മിഡിൽ ഇംഗ്ലീഷിൻ്റെ ആ ഒരു കാര്യവും മൈൻഡിൽ വരിക. അതുപോലെ തന്നെ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത് സോഷ്യൽ ക്ലാസ്സസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതായത് ക്ലർജി, നൊബിലിറ്റി, പെസൻട്രി, അങ്ങനെ ആ പല ക്ലാസ്സസും ആ വർക്കിൽ വളരെ ക്ലിയറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈനിലേക്കുള്ള ഒരു പിൽഗ്രിമേജ് പോലെയാണ് ആ വർക്ക് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വർക്ക് 120 സ്റ്റോറീസ് ആയിരുന്നു പ്ലാനെങ്കിലും നമുക്കുള്ളത് 24 ടെയിൽസ് ആണ് അല്ലേ. 24 ടെയിൽസ്, കുറേ ടെയിൽസ് ഉണ്ട്. ടെയിൽസൊക്കെ നമുക്കിവിടെ മൈൻഡിലുണ്ടാവും അല്ലേ.
നൺസ് പ്രീസ്റ്റ് ടെയിലുണ്ട്, അതുപോലെ തന്നെ റീവ്സ് ടെയിലുണ്ട്, അങ്ങനെ വൈഫ് ഓഫ് ബാത്തിൻ്റെ ടെയിലുണ്ട്, അങ്ങനെ പല ടെയിൽസ് ഉണ്ട് അല്ലേ. അപ്പം മിഡീവൽ സൊസൈറ്റിയുടെ ഒരു കറക്റ്റ് റെപ്രസെൻറ്റേഷനാണ് കാൻറ്റർബറി ടെയിൽസ്. അതാണ് മാഗ്നം ഓപ്പസ് ആയിട്ടുള്ള ജെഫ്രി ചോസറിൻ്റെ വർക്ക്. നെക്സ്റ്റ് വർക്ക് ഒന്ന് നോക്കാം. നമ്മൾ മേജറായിട്ട് കാൻറ്റർബറി ടെയിൽസ് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചോസറിൻ്റെ മറ്റു വർക്ക്സ് അനലൈസ് ചെയ്യാറില്ല. അപ്പോൾ ആ വർക്ക്സ് കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ ഈസ് ട്രോയിലസ് ആൻഡ് ക്രുസൈഡ്. ട്രോയിലസ് ആൻഡ് ക്രുസൈഡ് എന്ന് പറയുന്ന വർക്ക് ആക്ച്വലി ട്രോജൻ വാറുമായിട്ടുള്ളൊരു സെറ്റിങ്ങിൽ വരുന്ന ഒരു വർക്കാണ്. ട്രോജൻ വാറിൻ്റെ സെറ്റിങ്ങിൽ ഒരു ലവ് സ്റ്റോറി പറയുന്നത് പോലെ ട്രോയിലസ് ക്രുസൈഡിനെ വൂ ചെയ്യുന്നത് പോലത്തെ ഒരു വർക്കാണ് ഇത്. ബട്ട് അറ്റ് ലാസ്റ്റ് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ബിട്രയൽ. ഒരു ട്രാൻസെൻഡ് നേച്ചർ ഓഫ് ലൈഫാണ് അവിടെ ആ സ്റ്റോറിയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് ഹോമേഴ്സ് ക്ലാസിക് വർക്ക് ഇലിയാഡൊക്കെ അപ്പോൾ അതിൽ കാണാം. അപ്പോൾ ട്രോയിലസ് എന്ന് പറഞ്ഞ ട്രോജൻ പ്രിൻസിൻ്റെയും ക്രുസൈഡ് എന്ന് പറയുന്ന നോബൽ വിമൻ്റെയും ഒരു ലവ് സ്റ്റോറി പോലെയുള്ളതാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ ഹാപ്പി എൻഡിങ്. അതാണ് ജെഫ്രി ചോസറിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ബുക്ക് ഓഫ് ദ ഡച്ചസ്. ദറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. ദ ബുക്ക് ഓഫ് ദ ഡച്ചസ് എന്ന് പറയുന്ന ആക്ച്വലി ഇറ്റ്സ് ആൻ എലജി. എലജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിലാപകാവ്യമാണ് അല്ലേ. അത് മോൺ ചെയ്യുന്ന ഡെത്ത് ഓഫ് ബ്ലാഞ്ചെ ആണ്. ബ്ലാഞ്ചെ എന്ന് പറയുന്നത് വൈഫ് ഓഫ് ജോൺ ഓഫ് ഗോണ്ടാണ്. ഓക്കെ, ജോൺ ഓഫ് ഗോണ്ടിൻ്റെ വൈഫായിട്ടുള്ള ബ്ലാഞ്ചയുടെ ഡെത്ത് മോൺ ചെയ്യുന്ന ഒരു എലജി ആയിട്ടാണ് ദ ബുക്ക് ഓഫ് ദ ഡച്ചസ്. ആക്ച്വലി ഷീ ഈസ് ഡച്ചസ് ഓഫ് ലാങ്കസ്റ്റർ. ഓക്കെ, അതാണ് ആ വർക്ക് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വർക്ക് ഈസ് ദ ഹൗസ് ഓഫ് ഫെയിം. ഹൗസ് ഓഫ് ഫെയിം എന്ന് പറയുന്നത് ഒരു ഡ്രീം, സറിയൽ ആയിട്ടുള്ളൊരു ഡ്രീം ഡെപ്പിക്ഷനാണ് അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു മെമ്മറി പോലെ, ഒരു ഡ്രീം വിഷൻ പോലെയാണ് ആ വർക്ക് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഓതർ ഒരു ഹൗസ് ഓഫ് ഫെയിമിൽ എൻ്റർ ചെയ്യുന്നവർ, ഒരു ഗ്ലാസ് ടെമ്പിൾ, ഒരു ഫെയിമിൻ്റെ ഒരു ഗ്ലാസ് ടെമ്പിൾ എൻ്റർ ചെയ്തിട്ട് ഉള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ആണ് ആ വർക്കിൽ കാണുന്നത്. അതിൽ ഡ്രീം വിഷൻ്റെ ഒരു കപ്ലെറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു വർക്ക് കൂടിയാണ്. ഓക്കെ, ഡ്രീം വിഷനാണ് ആ വർക്കിൻ്റെ ഒരു റാനറായിട്ട് വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പാർലമെൻറ്റ് ഓഫ് ഫോൾസ്. പാർലമെൻറ്റ് ഓഫ് ഫോൾസ് എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. പാർലമെൻറ്റ് ഓഫ് ഫോൾസ്, ബേർഡ്സിൻ്റെ ഒരു കോമിക് രീതിയിലൊരു പാർലമെൻറ്റ്, അങ്ങനെയുള്ളൊരു വർക്കാണത്. സോ ഇറ്റ്സ് എ കോമിക് റാനർ. ഫ്രഞ്ച് റൊമാൻസൊക്കെ ഉള്ളൊരു ഇൻബിൽറ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ ഒരു റെഫറൻസസ് എടുത്തിട്ടുള്ളൊരു വർക്ക് കൂടിയാണ് പാർലമെൻറ്റ് ഓഫ് ഫോൾസ്. ദീസ് ആർ ദ മേജർ വർക്ക്സ് ഓഫ് ജെഫ്രി ചോസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോസറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Chaucer's first work, The Book of Duchess, is a dream poem on the death of Duchess of Malfi, Duchess of Lancaster, Duchess of Scotland, Duchess of Paris. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു Duchess of Lancaster അല്ലേ, ബ്ലാഞ്ചെ, Duchess of Lancaster. Next question, when the play began, Troilus was speaking to Pandarus about Cressida, who was Cressida to Pandarus. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ ട്രോയിലസ് ആൻഡ് ക്രെസീഡ എന്നുള്ള വർക്ക് അല്ലേ. അതിൻ്റെ അകത്ത് ട്രോയിലസ് പാൻഡ്രസിനോട് സംസാരിക്കുമ്പോൾ ഹു വാസ് ക്രെസീഡ ടു പാൻഡ്രസ് എന്നാണ് പറയുന്നത്, പാൻഡ്രസ്. സോ ഹിയർ ആക്ച്വലി ക്രെസീഡയുടെ അങ്കിളാണ് പാൻഡനസ്. ഓക്കെ, സോ നീസാണ് ക്രെസീഡ ഓഫ് പാൻഡനസ്. സോ ദിസ് ഇസ് ആക്ച്വലി ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു ഇൻ ദിസ് വർക്ക്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പോയട്രിയിലെ വെരി റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. സോ നമുക്ക് അലക്സാണ്ടർ പോപ്പിൻ്റെ വർക്ക്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം. ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം, ക്രിട്ടിക്കൽ നേച്ചറുള്ള വർക്ക്സ് വളരെയധികം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പോയറ്റ് കൂടിയാണ് അലക്സാണ്ടർ പോപ്പ്. ഓക്കെ, എസ്സേ ഓൺ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഫേമസ് സെയിങ് എ ലിറ്റിൽ ലേണിംഗ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്നൊക്കെ ഉള്ളത് ഈ വർക്കിൽ വരുന്നതാണ്. ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം. അപ്പോൾ ആ വർക്ക് അലക്സാണ്ടർ പോപ്പിൻ്റെ ആണെന്ന് മൈൻഡിൽ വയ്ക്കാം. ഓക്കെ, ആൻഡ് അലക്സാണ്ടർ പോപ്പിൻ്റെ ഒരു മേജർ ഒരു വർക്ക്സിൻ്റെ ട്രേറ്റ് എന്ന് പറയുന്നത് ഹീറോയിക് കപ്ലറ്റ് ആണ്. ഓക്കെ, ഹീറോയിക് കപ്ലറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഹീറോയിക് കപ്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കപ്ലറ്റ് എന്ന് പറയുമ്പോൾ 2 ലൈൻസ് ആണല്ലേ. അപ്പോൾ റൈമിംഗ് ആയിട്ടുള്ള 2 ലൈൻസ് അയാംബിക് പെൻറ്റാമീറ്ററിൽ വരുന്നതാണ് എന്ത്, ഹീറോയിക് കപ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹീറോയിക് കപ്ലറ്റിൻ്റെ ഒരു യൂസേജ് നമുക്ക് അലക്സാണ്ടർ പോപ്പിൻ്റെ വർക്ക്സിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. സോ ദ മേജർ വർക്ക് ഓഫ് അലക്സാണ്ടർ പോപ്പ് ഇസ് നത്തിങ് ബട്ട് ദ റേപ്പ് ഓഫ് ദ ലോക്ക്. വെരി ഫേമസ് വർക്ക് അല്ലേ. അതൊരു മോക്ക് ഹീറോയിക് വർക്ക് കൂടിയാണ്. കാരണം ഒരു ലോക്ക് എന്ന് വെച്ചാൽ ഒരു ബെലിൻഡ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ലോക്ക് ഓഫ് ഹെയർ ബാരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കട്ട് ചെയ്തതിനെ ജസ്റ്റ് അതിനൊരു വലിയൊരു ഇഷ്യൂ പോലെയാക്കി ഒരു വലിയ ഹൈ സൊസൈറ്റിയുടെ അപ്പർ ക്ലാസിൻ്റെ ഒരു ഇഡിൽനെസ് അല്ലെങ്കിൽ ഒരു വാനിറ്റിയാണ് ആ ഒരു വർക്കിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ദ റേപ്പ് ഓഫ് ദ ലോക്ക്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ ഡങ്ക്യാർഡ്. ഡങ്ക്യാർഡ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ സറ്റയർ ആക്ച്വലി. അതായത് പ്യുവർ ആർട്ടിസ്റ്റ് അല്ലാത്ത ജസ്റ്റ് ഹാക്ക് ആർട്ടിസ്റ്റ്, ഫേക്ക് ആർട്ടിസ്റ്റിനെ സറ്ററൈസ് ചെയ്തുകൊണ്ട് പോപ്പ് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വർക്ക് കൂടിയാണ് ഡങ്ക്യാർഡ്. അതിലെ ഫേമസ് സേയിങ് കൂടിയാണ് സ്റ്റുപ്പിഡിറ്റി കോൺകേഴ്സ് ഓൾ. ഇതിൽ ആക്ച്വലി അലക്സാണ്ടർ പോപ്പിൻ്റെ ഒരു ലിറ്റററി റൈവലായിട്ടുള്ള തിയോബാൾഡിനെ ഉള്ളൊരു ആൻസറിങ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിസൈസിങ് കൂടിയാണ് ഈ വർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡങ്ക്യാർഡ് മൈൻഡിൽ വയ്ക്കുക. സോ these all are major works, and one more is there, an epistle to Arbuthnot. It's also a very important work of Pope. So these are all the major works. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അല്ലേ. Which of Alexander Pope's poems begins with the line shut shut the door good John fatigued I said? ഇപ്പം ഞാൻ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എപ്പിസൽ ടു ഡോക്ടർ ആർബത്നട്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻ എപ്പിസൽ ടു ഡോക്ടർ ആർബത്നട്ട് എന്ന് പറയുന്ന വർക്ക് ജോൺ ആർബത്നട്ട് എന്ന് പറയുന്ന അലക്സാണ്ടർ പോപ്പിൻ്റെ ഫ്രണ്ടിനുള്ളൊരു താങ്ക് ലെറ്റർ പോലെയാണ്, ഒരു അപ്പോളജി പോലെയാണ്. ആക്ച്വലി പോപ്പ് വളരെ ഓപ്പണായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫ്രണ്ട് ഇങ്ങനെ നെയിം മെൻഷൻ ചെയ്ത് വർക്ക്സിൽ ക്രിട്ടിസൈസ് ചെയ്യരുത് എന്ന് മെൻഷൻ ചെയ്യുകയും ആ ഒരു കൺസേണിന് വേണ്ടി ഒരു താങ്ക് നോട്ട് പോലെ പോപ്പ് എഴുതിയൊരു വർക്ക് കൂടിയാണ് എപ്പിസൽ ടു ഡോക്ടർ ആർബത്നട്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ലൈൻ അനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈസി, റൈറ്റ്? ഷട്ട് ഷട്ട് ദ ഡോർ ഗുഡ് ജോൺ ഫറ്റീഗ്ഡ് ഐ സെഡ്. അങ്ങനെയുള്ള ഒരു വർക്കാണ് ആൻ എപ്പിസൽ ടു ഡോക്ടർ ആർബത്നട്ട്. ഓക്കെ, ഡോക്ടർ ജോൺ ആർബത്നട്ട് ആക്ച്വലി. അപ്പോൾ ആ വർക്കിൻ്റെ ലൈനാണ് ഈ വരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് നെക്സ്റ്റ് പോയറ്റിന് നോക്കാം. ബ്രിട്ടീഷ് പോയട്രിയിൽ ഇത് വൺ ഓഫ് ദ മേജർ പോയറ്റ് ആൻഡ് ക്രിറ്റിക്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ജോൺ ഡ്രൈഡൻ അല്ലേ. മോസ്റ്റ് പ്രോബബ്ലി ഡ്രൈഡൻ്റെ എന്തെങ്കിലും ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഡ്രൈഡൻ പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് വെച്ചിട്ട് അത് ആരെക്കുറിച്ചിട്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. ചോസറിനെ ഹീസ് ലൈക്ക് എ റഫ് ഡയമണ്ട് എന്ന് സൂചിപ്പിച്ചത്, അതുപോലെ തന്നെ കാൻറ്റർബറി ടൈൽസ് ഹിയർ ഈസ് ഗോഡ്സ് പ്ലെൻറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ജോൺ ഡ്രൈഡൻ ആണ്. ഓക്കെ, എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ആ പറഞ്ഞിട്ടുള്ള കോട്ട്സൊക്കെ ജസ്റ്റ് റിമൈൻഡ് ഇറ്റ്. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ജോൺ ഡ്രൈഡൻ്റെ ആക്ച്വലി 1660 to 1700 എന്ന് പറയുന്നത് ഏജ് ഓഫ് ഡ്രൈഡൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. റെസ്റ്റോറേഷൻ പീരീഡാണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ റെസ്റ്റോറേഷൻ എന്ന പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ആ ഒരു റെസ്റ്റോറേഷൻ, റോമൻ കാത്തലിക് ആ ഒരു ടൈമും എല്ലാം നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലേ. അതുപോലെ തന്നെ ഒലിവർ ക്രോംവെല്ലിൻ്റെയും പ്രൊട്ടക്ടറേറ്റ്, കോമൺവെൽത്ത് ആ ടൈം പീരീഡൊക്കെ ആ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ഒക്കെ മൈൻഡിൽ വയ്ക്കാം. സോ ജോൺ ഡ്രൈഡൻ്റെ ഏജിൽ ജോൺ ഡ്രൈഡൻ്റെ കണ്ടംപററീസ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് റൈറ്റേഴ്സ് കൂടിയുണ്ട്, അതുകൂടി മൈൻഡിൽ വയ്ക്കണം. ജോൺ ഡ്രൈഡൻ, ജോർജ് എത്ത്റീജ് ആൻഡ് വില്യം കോൺക്രീവ്, അവരാണ് റെസ്റ്റോറേഷൻ കോമഡിയുടെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ്. ഓക്കെ, ഡ്രൈഡൻ്റെ ഫസ്റ്റ് പോയം വരുന്നത് ഹീറോയിക് സ്റ്റാൻസാസ് ആണ്. ഹീറോയിക് സ്റ്റാൻസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, ആ ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിൽ ഒലിവർ ക്രോംവെൽ അല്ലെങ്കിൽ പ്രൊട്ടക്ടറേറ്റ് കോമൺവെൽത്തിൻ്റെ ഒരു ടൈമാണ് അല്ലേ, മൊണാർക്കിയൊക്കെ വരുന്നത്. ആ ഒലിവർ ക്രോംവെല്ലിൻ്റെ ഒരു ഡെത്തിനെ വെച്ചിട്ടുള്ള ഒരു പോയം കൂടിയാണ് എന്ത്, ഹീറോയിക് സ്റ്റാൻസ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക, സോ യു വിൽ നോട്ട് ഫോർഗെറ്റ്. അങ്ങനെയുള്ള ഫസ്റ്റ് പോയം എന്ന് പറയുന്നത് ഹീറോയിക് സ്റ്റാൻസ ആണ്, റിമെമ്പർ ഇറ്റ്. നെക്സ്റ്റ് വർക്ക് വരുന്നത്
ആസ്ട്ര റിഡക്സ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഓഫ് ചാൾസ് സെക്കൻഡിൻ്റെ റിട്ടേൺ ആണ്. ചാൾസ് ഫസ്റ്റിൻ്റെ എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞ് ചാൾസ് സെക്കൻഡിൻ്റെ റിട്ടേണിൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ആസ്ട്ര റിഡക്സ് എന്ന് പറയുന്നത്. നൗ ഒരു സറ്റേറിക്കൽ അലഗറി, ഒരു ഫേമസ് അലഗറി ഉണ്ട് ഡ്രൈഡൻ്റെ, അബസലോം ആൻഡ് ആക്യൂറ്റോപ്പൽ. അബസലോം ആൻഡ് ആക്യൂറ്റോപ്പൽ ഈ വർക്കാണ് ഒരു അലഗറി ആയിട്ട് ജോൺ ഡ്രൈഡൻ്റെ വരുന്നത്. ഓക്കെ, അത് ആക്ച്വലി ഒരു ബിബ്ലിക്കൽ ടെയിലാണ്. ബിബ്ലിക്കൽ ടെയിൽ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂഷൻ ക്രൈസിസിൻ്റെ ഒരു അലഗറി കണക്ട് ചെയ്തിട്ട് ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആണ് എക്സ്ക്ലൂഷൻ ക്രൈസിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റോമൻ കാത്തലിക്സിനെ ഫുള്ളായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമിൻ്റെ എക്സ്ക്ലൂഷൻ ക്രൈസിസ് വെച്ചിട്ടുള്ള ഒരു ആ ടൈമിനെ അലഗറൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് എന്ത്, അബസലം ആൻഡ് ആക്യൂറ്റോപ്പൽ. ഓക്കെ, ഇറ്റ്സ് എ 1691 വർക്ക്. ജോൺ ഡ്രൈഡൻ്റെ കുറച്ചുകൂടി വർക്ക്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് പ്ലേ വരുന്നത്, ജോൺ ഡ്രൈഡൻ്റെ പ്ലേ ആയിട്ട് ഫസ്റ്റ് വരുന്നത്, ഇപ്പോൾ പോയമൊക്കെ ഡിസ്കസ് ചെയ്തല്ലോ, പ്ലേ ആയിട്ട് വരുന്നത് ദ വൈൽഡ് ഗാലൻ്റ് ആണ്. ദ വൈൽഡ് ഗാലൻ്റ് എന്ന് പറയുന്നത് റെസ്റ്റോറേഷൻ പീരീഡിലായതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ റെസ്റ്റോറേഷൻ കോമഡി 1663 വരുന്ന. ആൻഡ് ഓൾസോ ബെൻ ജോൺസൺ, ദ ഫേമസ് പ്ലേ റൈറ്റ്, ആ ബെൻ ജോൺസൻ്റെ എവ്രി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ എന്ന് പറയുന്ന വർക്കിൽ നിന്നൊക്കെ ഇൻസ്പിറേഷനൊക്കെ ഈ ഒരു വർക്കിൽ വന്നിട്ടുണ്ട്. ഓൾസോ ഹിസ് പ്രോസ് ആയിട്ട് വരുന്നത് the major work, it's the very important work, the essay of dramatic poesy. Essay of dramatic poesy എന്ന് പറയുന്നത് it's very important in the area of criticism. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം തന്നെയാണ് ജോൺ ഡ്രൈഡൻ, അല്ലേ? അപ്പോൾ essay of dramatic poesy എന്ന് പറയുന്നത് ഒരു ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിനെ മാക്സിമം അതിൽ ഒരു ഡയലോഗ് ഫോമിൽ അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് കൺക്ലൂഷൻസൊക്കെ വരികയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ആക്ച്വലി ഈ വർക്ക് വരുന്നത് ഒരു 4 സ്പീക്കേഴ്സിൻ്റെ ഡയലോഗ് എന്നുള്ളൊരു ഫോമിലാണ്. ഒരു 4 സ്പീക്കേഴ്സ് ഉണ്ട്. ചാൾസ് സാക്വിലെ യുഗീനിയസ് ആയിട്ട്, റോബർട്ട് ഹോവർഡ് ക്രിറ്റിസ് ആയിട്ട്, ചാൾസ് സെറ്റ്ലി ലിസിഡിയസ് ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈഡൻ അതിൽ നിയാൻഡർ ആയിട്ടാണ് വരുന്നത്. നിയാൻഡർ, ഇങ്ങനെ ഈ ഒരു നെയിംസ് വെച്ചിട്ട് ഈ 4 സ്പീക്കേഴ്സ് നെയിംസായി അവരുടെ ഇടയിലുള്ളൊരു ഡയലോഗ് പോലെയാണ് ഈ ഒരു എസ്സേ പോയിരിക്കുന്നത്. അവർ ഡിബേറ്റ് ചെയ്യുകയാണ് ആക്ച്വലി, ക്ലാസിക്കലാണോ മോഡേൺ ഡ്രാമയാണോ ബെറ്റർ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടൊരു ഡിബേറ്റ് പോലെയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എലിസബത്തൻ, ആ ബെൻ ജോൺസൻ്റെ വർക്ക്, ഇപ്പോൾ ബെൻ ജോൺസൻ്റെ വർക്കിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വർക്കിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ ഫ്രഞ്ച് വർക്ക്സുമായിട്ട് അത് എങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഡിബേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ദ എസ്സേ ഓഫ് ഡ്രാമാറ്റിക് പോയസിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി പൊളിറ്റിക്കൽ പോയം ദ മെഡൽ, ഹീസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്രിറ്റിക്. അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വളരെ ഓപ്പൺലി, അലക്സാണ്ടർ പോപ്പിനൊക്കെ പോലെ തന്നെ വളരെ ഓപ്പൺലി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു റൈറ്ററാണ് ജോൺ ഡ്രൈഡൻ. ദ മെഡൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പോയമാണ്. ആക്ച്വലി അത് ഒരു ആൻസർ ടു തോമസ് ഷാഡ്വെൽ ആണ്. ഷാഡ്വെല്ലിൻ്റെ ഒരു ആൻസർ കിട്ടിയിരിക്കുന്ന ഒരു വർക്കാണ് ദ മെഡൽ. ദ മെഡലിൻ്റെ ഒരു വേറെ ഒരു ആൻസർ പോലെ തോമസ് ഷാഡ്വെൽ കൊടുത്തിട്ടുണ്ട്. അതിന് വീണ്ടും ഒരു റിസോർട്ട് ചെയ്ത് ഡ്രൈഡൻ കൊടുത്തിരിക്കുന്ന ഒരു വർക്കാണ് മാക്ഫ്ലക്നോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്ന വർക്ക്സാണ് ദ മെഡൽ, മാക്ഫ്ലക്നോ. മെഡലിന് റെസ്പോൺസായിട്ട് ഷാഡ്വെൽ കൊടുക്കുകയും അതിന് വീണ്ടും റെസ്പോൺസായിട്ട് വീണ്ടും ജോൺ ഡ്രൈഡൻ മാക്ഫ്ലക്നോയിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. So this is all about John Dryden, and now we can look into the question. In John Dryden's essay on dramatic poesy, Neander defends the English invention of, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ അല്ലേ, നിയാൻഡർ എന്ന് പറയുന്നത് ഡ്രൈഡൻ തന്നെയാണ് ആ എസ്സേയിൽ. ഡ്രൈഡൻ്റെ നെയിമാണ് അതിൽ നിയാൻഡർ ആയിട്ട് വരുന്നത്. അത് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പ്ലേസിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ആ ടൈമിലെ മേജർ പ്ലേസ് എന്ന് പറയുന്നത് കോമഡിയാണ്, റെസ്റ്റോറേഷൻ കോമഡി. ആൻഡ് ഓൾസോ ഹി ക്ലിയർലി അനലൈസസ് ദ ഏർലി ട്രാജഡീസ് ഓഫ് എലിസബത്തൻ ഇംഗ്ലണ്ട് ഒക്കെ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ദ ആൻസർ ഈസ് 3 ട്രാജി കോമഡി. ഓക്കെ, ട്രാജി കോമഡി. നൗ
നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബെൻ ജോൺസൻ്റെ വർക്കാണ്. നമ്മൾ ഓൾറെഡി ബ്രിട്ടീഷ് പോയട്രി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞതുകൊണ്ട് നമുക്കിനി നെക്സ്റ്റ് നമ്മൾ ഡ്രമാറ്റിസ്റ്റാണ്. ബ്രിട്ടീഷ് ഡ്രാമയിലെ മേജർ ഫിഗേഴ്സാണ് അല്ലേ ബെൻ ജോൺസൺ എന്ന് പറയുന്നത്. ബെൻ ജോൺസൻ്റെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് വർക്കാണ് എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ആൻഡ് എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ. ആ വർക്ക് ബെൻ ജോൺസൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓൾസോ ബെൻ ജോൺസൺ ഹാസ് ഓൾസോ എംപ്ലോയിഡ് മെനി മാസ് എന്ന് വെച്ചാൽ ഡ്രാമ, സോങ്, സ്പെക്ടക്കിൾ. ശരിക്കും ഒരു സ്പെക്ടക്കിളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യുന്നൊരു വിഷൻ, വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ആർട്ടാണ് മാസ്ക്. അതുപോലെ പോപ്പുലറായിട്ടുള്ള കുറേ മാസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ആ പൊളിറ്റിക്കലായിട്ട് ജെയിംസ് വൺ, ചാൾസ് വൺ എന്നുള്ള അപ്പോഴത്തെ റൂളേഴ്സിനൊക്കെ വേണ്ടിയിട്ട്, അവരുടെ കോഡ്സിന് വേണ്ടിയിട്ട്, ആ റൂളേഴ്സിന് വേണ്ടിയിട്ടുള്ള മാസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൻ ജോൺസൻ്റെ വരുന്ന വേറെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഉണ്ട്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ഇസ് വൺ ഓഫ് ദാറ്റ് വർക്ക്. അതർ വർക്ക് ഇസ് വോൾപ്പൺ, ദ ആൽക്കമിസ്റ്റ് ആൻഡ് ബർത്തലോമ്യൂ ഫെയർ. എപ്പിസിയോൺ ഇസ് ഓൾസോ ദർ. സോ ദീസ് ഓൾ ആർ ഹിസ് മേജർ കോമഡീസ് എന്ന് പറയുന്നത്. ഒരു കോമഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ആൻഡ് എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ. അതുപോലെ തന്നെ മേജർ കോമഡീസ് വരുന്നതാണ് വോൾപ്പൻ, ദ ആൽക്കമിസ്റ്റ്, എപ്പിസിയോൺ, ബാർത്തലോം ഫെയർ. ഓക്കെ, ദീസ് ആർ ഹിസ് മേജർ വർക്ക്സ്. ഓൾസോ ഒരു റെഫറൻസ് വരുന്നത് ബെൻ ജോൺസൻ്റെ കാര്യത്തിൽ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ട് വരുന്ന ഒരു വർക്കാണ്. അതിൻ്റെ ആഫ്റ്ററായിട്ട് ഒരു ആളെ കില്ല് ചെയ്യുകയും, ഒരു ആക്ടർ ഗബ്രിയൽ സ്പെൻസർ എന്ന് പറയുന്ന ഒരാളെ കില്ല് ചെയ്യുകയും, ഒരു നാരോ എസ്കേപ്പ് ആയിരുന്നു ബെൻ ജോൺസൻ്റെ എക്സിക്യൂഷനിൽ നിന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടി ഫോർ ടൈബേൺ എന്ന് പറയുന്ന ആ ഒരു ടൈബേൺ എന്ന് പറയുന്നത് ഒരു തമ്പിൽ, ബെനിഫിറ്റ് ഓഫ് ദ ക്ലർജിയിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് ആയിരുന്നാണ് പറയുന്നത്. ആ ഒരു ടി വാട്ട് വുഡ് ഹാപ്പൻ ഷുഡ് ഹി കമ്മിറ്റ് ഫർദർ ക്രൈംസ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷൻ സൈറ്റാണ് ആക്ച്വലി ടൈബേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഓർമ്മ പോലെ ഒരു തമ്പിൽ ഇംപ്രൻറ്റ് ചെയ്ത് ബെൻ ജോൺസൺ വെച്ചിരുന്നു എന്നുള്ളൊരു റെഫറൻസ് കൂടിയുണ്ട്. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, ടൈബേൺ എന്ന് പറയുന്നത് ഒരു ഇംപ്രിൻ്റ് ആയിട്ട് തമ്പിൽ വച്ചിരുന്നത്. ഓക്കെ, നൗ അനദർ ഇമ്പോർട്ടൻറ്റ് ഡ്രമാറ്റിസ്റ്റ് ഇസ് സാമുവൽ ബെക്കറ്റ് അല്ലേ. സാമുവൽ ബെക്കറ്റ് എന്ന് പറയുമ്പോൾ കുറേ കൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിസ്റ്റൻഷ്യലിസം, അതുപോലെ തന്നെ ദ മേജർ വർക്ക് വെയിറ്റിംഗ് ഫോർ ഗോഡട്ട് അല്ലേ. ആ വെയിറ്റിങ്ങിൽ വരുന്ന ആ ഒരു വർക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് വരുന്നതാണ് അബ്സേർഡ് തിയേറ്റർ. ഓക്കെ, അബ്സേർഡ് തിയേറ്ററൊക്കെ വരുന്നത് സാമുവൽ ബെക്കറ്റിൻ്റെ ഈ പറയുന്ന വെയിറ്റിംഗ് ഫോർ ഗോഡോട്ടിലാണ്. ഇറ്റ്സ് പോസ്റ്റ് വാർ സൊസൈറ്റി ആണ്. ഓക്കെ, സോ ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നതാണ്. സോ നൗ വി ക്യാൻ ലുക്ക് ഇൻ ടു ബ്രിട്ടീഷ് നോവൽ. നമ്മൾ പോയട്രി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു, 1-2 ഡ്രമാറ്റിസ്റ്റിനൊന്ന് ഡിസ്കസ് ചെയ്തു. നമുക്ക് നൗ ജസ്റ്റ് വി ക്യാൻ ലുക്ക് ഇൻ ടു സം ഓഫ് ദ നോവലിസ്റ്റ് ഓഫ് ബ്രിട്ടൻ. സോ ബ്രിട്ടീഷ് നോവലിസ്റ്റിൽ വരുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന നോവലിസ്റ്റാണ് ജോണത്തൻ സ്വിഫ്റ്റ്. നമുക്കറിയാമല്ലേ, ഗളിവേഴ്സ് ട്രാവൽസ്. അതുപോലെ തന്നെ വരുന്ന ജോണത്തൻ സ്വിഫ്റ്റിൻ്റെ വേറൊരു അലഗറി ആയിട്ടുള്ള വർക്ക് ഉണ്ട്, എ ടെയിൽ ഓഫ് എ ടബ്. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. എ ടെയിൽ ഓഫ് എ വർക്ക്, ഓൾസോ എ മോഡസ്റ്റ് പ്രപ്പോസൽ. ഈ വർക്ക്സൊക്കെ മനസ്സിൽ മൈൻഡിൽ വയ്ക്കുക. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ, വിച്ച് ഇസ് ദ നോട്ട് എ വർക്ക് അല്ലെങ്കിൽ നോട്ട് കറക്റ്റ്ലി മാച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മാക്സിമം വർക്ക്സ് ആ ഓതറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് റോങ് ആൻസേഴ്സ് ഈസിലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദ മോർ വർക്ക്സ് വി നോ, നമുക്ക് ആ ഒരു ഓപ്ഷൻസൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഈസി ആയിരിക്കും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനും റൈറ്റ് ആൻസറിലേക്കൊക്കെ എത്താനും വേണ്ടിയിട്ട്. സോ ജോണത്തൻ സ്വിഫ്റ്റിൻ്റെ വർക്ക്സാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. എ ടെയിൽ ഓഫ് ടബ് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് അലഗറിയാണ്. ബന്യൻറ്റിൻ്റെ ഏർലിയർ വർക്കായിട്ടുള്ള ബന്യൻറ്റിൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസിൻ്റെ ഒക്കെ ഒരു അലഗറി ആയിട്ട് വരുന്ന വർക്കാണ്. പിന്നെ എ മോഡസ്റ്റ് പ്രപ്പോസലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വർക്കാണ് ഗളിവേഴ്സ് ട്രാവൽ അല്ലേ. നോവൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്ലൂമിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൂമിങ് പീരീഡിൽ വളരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഡിക്ഷണറി എന്ന് പറയുന്നത്. സാമുവൽ ജോൺസൺ ആണ് ഡിക്ഷണറി. ഓൾവേസ് വി നോ സാമുവൽ ജോൺസൺ
is accompanied with that dictionary. ആ ഡിക്ഷണറി വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇയർ 1755 is always important. Keep that in mind. Dictionary 1755 it was published. Okay. ഓൾസോ വേറെ പോയമൊക്കെ വന്നിട്ടുണ്ട്. ദ വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസ്, ലോട്ട് ഓഫ് വർക്ക്സ് ആർ ദെയർ. ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ്, അതുപോലെ തന്നെ വേറെ വർക്ക്സ് ആയിട്ടുള്ളതൊക്കെ സാമുവൽ ജോൺസൻ്റെ വന്നിട്ടുണ്ട്. ഓൾവേസ് കീപ് ദിസ് മേജർ വർക്ക്സ് ഇൻ മൈൻഡ്. ഓക്കെ. വേറെ കുറേ നോവലിസ്റ്റ് ആ ടൈമിലുണ്ട്. ലേഡി മേരി വോട്ട്ലി മെങ്കോ, എഡ്മണ്ട് ബർഗ്, എഡ്വേർഡ് ഗിബൺ, ഇവരൊക്കെ ആ ടൈമിലുള്ള നോവലിസ്റ്റാണ്. നൗ മേജറായിട്ടുള്ള ഇംഗ്ലീഷ് നോവലിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇംഗ്ലീഷ് നോവൽ പ്രോപ്പറായിട്ട് ബോൺ ചെയ്തു എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിലാണ് അല്ലേ. 18th സെഞ്ച്വറിയിൽ സാമുവൽ റിച്ചാർഡ്സൻ്റെ പെമീലൊക്കെ വെച്ചിട്ട് എപ്പിസ്റ്റോളറി നോവലാണ്, ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. ഇപ്പോൾ നോവൽ പെമീല, ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വർക്ക്. ആൻഡ് Clarissa is considered as his magnum opus, his masterpiece. And Henry Fielding in the Joseph Andrews, and it is published in 1742. It's important. 1742 ഹെൻറി ഫീൽഡിങ്ങിൻ്റെ നോവലായിട്ട് തന്നെ ജോസഫ് ആൻഡ്രൂസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ദ ഗ്രേറ്റസ്റ്റ് നോവൽ എന്ന് പറയുന്നത് എപ്പോഴും ടോം ജോൺസ് ആണ്. ആൻഡ് ഹിസ് ലാസ്റ്റ് നോവൽ ഇസ് അമേലിയ. ഓക്കെ, അതൊക്കെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അമേലിയാണ് ലാസ്റ്റ് നോവൽ, ഗ്രേറ്റസ്റ്റ് നോവൽ ടോം ജോൺസ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിലോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ടോബിയാസ് സ്മോളറ്റ് എന്ന് പറയുന്ന നോവലിസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്ന പിക്കാരസ്ക്യൂ നോവലാണ്. ഓക്കെ, ക്ലിയർ ഡിപ്പിക്ഷൻ ഓഫ് എ നോവലാണ്. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റോഡറിക് റാൻഡം ആണ് അതിൽ വരുന്നത്. ആൻഡ് ലോറൻസ് സ്ട്രേണിൻ്റെ ദ ഫേമസ് വർക്ക് ട്രിസ്റ്റം ഷാൻഡി, വി ഓൾറെഡി നോ ദാറ്റ്. അതൊക്കെ മൈൻഡിൽ വയ്ക്കുക. ഹൊറൈസ് വാൽപോളുടെ വർക്ക്സ് വരുന്നുണ്ട്. ദ കാസിൽ ഓഫ് ഒട്രാൻഡോ എന്ന് പറയുന്ന ഒരൊറ്റ വർക്കാണ്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഡീൽസ് വിത്ത് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, സൂപ്പർ നാച്ചുറലും ഹൊറിഫിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു വർക്കാണ് കാസിൽ ഓഫ് ഒട്രാൻഡോ. ഓക്കെ, സോ ദീസ് ഓൾ ആർ അബൌട്ട് ദ നോവലിസ്റ്റ്, മേജർ നോവലിസ്റ്റ്. അപ്പോൾ എല്ലാവരും മൈൻഡിൽ വയ്ക്കുക, വർക്ക്സ് മൈൻഡിൽ വയ്ക്കുക. സാമുവൽ റിച്ചാർഡ്സൺ, ഹെൻറി ഫീൽഡിങ് ആൻഡ് ലോറൻസ് സ്റ്റേൺ, ഇവരൊക്കെ നോവലിസ്റ്റിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ്, ആ ഒരു പ്രോപ്പർ ഫോമിലേക്ക് നോവലിനെ കൊണ്ടുവന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോവലിസ്റ്റാണ്. സോ അവരുടെ വർക്ക്സൊക്കെ മാക്സിമം, ക്ലാരിസ സാമുവൽ റിച്ചാർഡ്സൻ്റെ ആണ്. ബാക്കിയുള്ള വർക്ക്സൊക്കെയും മൈൻഡിൽ വയ്ക്കുക. എപ്പിസ്റ്റോളറി നോവൽ എന്ന് പറയുന്ന ബ്രാഞ്ചും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പെമീല ഇസ് ആൻ എപ്പിസ്റ്റോളറി നോവൽ. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. In what year did Johnson publish his Dictionary of the English Language? Dictionary of the English Language എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺ ആണ് അല്ലേ. Dictionary of the English Language we have already discussed. It's 1755. Okay. We have already discussed about Samuel Johnson's 1755 work, Dictionary. And finally, one more question. A Tale of a Tub is a satire by. A Tale of a Tub എന്ന് പറയുന്നത് ആരുടെ സറ്റയറാണ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ആരുടെ വർക്കാണ്? ജോണത്തൻ സ്വിഫ്റ്റിൻ്റെ ആണല്ലേ. ഗളിവേഴ്സ് ട്രാവൽസിൻ്റെ ഓതറായിട്ടുള്ള ജോണത്തൻ സ്വിഫ്റ്റിൻ്റെ വർക്കാണ് എ ടെയിൽ ഓഫ് എ ടബ്. ബാക്കിയുള്ള ഓതേഴ്സിനെയൊക്കെയും മൈൻഡിൽ വയ്ക്കുക. ഹെൻറി ഫീൽഡിംഗ്, സാമുവൽ റിച്ചാർഡ്സൺ, ഡാനിയൽ ഡിഫോ, റോബിൻസൺ ക്രൂസോയുടെയൊക്കെ ഓതറായിട്ട് വരുന്ന ഡാനിയൽ ഡിഫോ. സോ ദീസ് ഓൾ ആർ സം ഓഫ് ദ മേജർ നോവലിസ്റ്റ്, ഡ്രമാറ്റിസ്റ്റ്, പോയറ്റ്സ് ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ഡു റിവൈസ് ദ ടോപ്പിക്. നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം ഒന്ന് മൈൻഡിൽ വയ്ക്കുക, റിഫ്രഷ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു സോ മച്ച്.